മിനി സ്ക്രീനിലൂടെയാണ് നിയാസ് ബക്കർ എന്ന നടനെ നമുക്ക് കൂടുതലായി അറിയാവുന്നത്. നവാസ് എന്ന നടന്റെ ചേട്ടൻ എന്ന നിലയിൽ കൂടി നിയാസിനെ നമുക്ക് പരിചയമുണ്ട്. അദ്ദേഹത്തിന്റെ വീട് കണ്ടാൽ എങ്ങനെയുണ്ടാകും? മനോഹരമായ ആ വീട്ടിനുള്ളിൽ ഒരു രഹസ്യമുണ്ട്. എന്താണെന്നല്ലേ? ആ വീടിന്റെ മേൽക്കൂര, അതായത് രണ്ടാമത്തെ നില പണി കഴിപ്പിച്ചിരിക്കുന്നത് തടി കൊണ്ടാണ്. സ്റ്റെപ്പ് മുതൽ സ്റ്റെയർകേസ് മുതൽ മുകളിലോട്ട് പടി കൊണ്ട് വെച്ചിരിക്കുന്ന മനോഹരമായ ഒരു വീട്. ശരിക്കും പറഞ്ഞാൽ ആലുവയിലെ കൊട്ടാരം എന്ന് വേണമെങ്കിൽ പറയാം. വീടിനുള്ളിൽ ഒരു സീക്രട്ട് വുഡൻ ഹൗസ് ഉണ്ടെങ്കിൽ എങ്ങനെയിരിക്കും? വയനാടും മറ്റുമൊക്കെ പോകുമ്പോൾ നമ്മൾ ചേക്കേറി പാർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുടിൽ, മരത്തിന് മുകളിലൊക്കെ ഇരിക്കുന്ന പോലെ ഒരു കുടിൽ ഈ വീടിന്റെ മുകളിലുണ്ട്. അതാണ് ഈ വീടിനെ മനോഹരമാക്കുന്നത്. മരങ്ങൾ കൊണ്ടുവച്ച സ്റ്റെയർ ഒക്കെ കയറി മുകളിൽ പോകുമ്പോൾ അത് മനോഹരമായ കുടിൽ പോലെയുള്ള ഒരു സ്ഥലത്തേക്കാണ് എത്തുന്നത്. ആ വീഡിയോ ഇപ്പോഴത്തെ ഇന്റീരിയറുകളെ എല്ലാം വെല്ലുന്നതാണ്. ഇത്തിരിയും കൂടി സൗകര്യമുള്ള സ്ഥലമാക്കിയപ്പോ റൂം രണ്ടും താഴത്തെ നമ്മൾ കിടക്കാനായിട്ട് മാത്രമേ ആ വീട്ടിൽ പോകലുള്ളൂ. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് സ്റ്റെയർ കേസിന്റെ ഇത് കാണുന്നത്. ഈ ഒരു ഐഡിയ ഇത് ഇക്കയുടെ ഐഡിയ ആണോ അതോ വീട് പ്ലാൻ ചെയ്തവര് പറഞ്ഞതാണോ? അല്ല, ഇത് നമ്മള് തന്നെ പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മുറ്റത്തൊന്നും അല്ലെങ്കിൽ വേറെ സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പൊ എന്തെങ്കിലും സംഗതികളൊക്കെ നമ്മള് ഒരു ആർട്ടൊക്കെ മനസ്സിലുള്ളിൽ ഉണ്ടല്ലോ. അപ്പൊ അത് ചെയ്യാൻ സ്ഥലം വേറെ എവിടെ ഇല്ല. അപ്പൊ ഞാൻ ഈ സ്റ്റെയർ കേസ് ആവുമ്പോഴ് അതെന്തായാലും പണിയേണ്ടതാണല്ലോ. അപ്പൊ അതിന്റെ മുകളിൽ എന്തെങ്കിലും പിന്നെ അത് രണ്ട് താഴെയുള്ള രണ്ട് ബാത്റൂമിന്റെ മുകൾ വശമാണ് ആ സ്പേസ്. ഈ രണ്ട് റൂമിന്റെയും ബാത്റൂമിന്റെ സ്പേസ് ആണ്. ഇങ്ങനെ അപ്പൊ ഇതിനെന്തെങ്കിലും നിങ്ങൾക്ക് വിളിപ്പേരിട്ടിട്ടുണ്ടോ? വരച്ചു കൊടുത്തതാ. പ്ലാൻ മൊത്തം നീയാക്കടെയാണ് ഈ വീടിന്റെ വരച്ച് കൊടുത്ത് അത് വരച്ചതിന് ശേഷം പിന്നെ അതിന്റെ മെഷർമെന്റ് കറക്റ്റ് ആക്കാനായിട്ട് ചെയ്തു. അല്ല, നിങ്ങൾ വീട്ടിലിരിക്കുമ്പോ താഹ നിങ്ങൾ പറയോ ഞങ്ങളുടെ ഹട്ട് ഇതിനകത്ത് പുറത്തു പോയിരിക്കാനില്ലാത്തതുകൊണ്ട് അകത്ത് തന്നെ ഹട്ട്. അതിന്റെ ഉള്ളിൽ ഇരുന്നാലും നമുക്ക് ഒരു ഈ പറഞ്ഞ പോലെ വായിക്കാനൊക്കെ അവിടെ കേറിയിരിക്കും. നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ലളിതമാവും. ഏറ്റവും കൂടുതൽ അവിടെ ഇരിക്കുന്നത് ആരാ താഹ? ഏറ്റവും കുറവിരിക്കുന്നത് ഞാൻ ഇരിക്കാറില്ല, ഇരിക്കാൻ പറ്റാറില്ല. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ ചെറിയ ഒരു നമുക്ക് ശബ്ദങ്ങൾ എപ്പോഴും പോസിറ്റിവിറ്റി നമുക്ക് തരുന്ന ഒന്നാണ്. ഇവിടെ കുറേ മീനുകളുണ്ട്. കാണാലോ, ഇവിടെ ഫൗണ്ടൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ വെള്ളം എപ്പോഴും നിങ്ങൾ ഓൺ ചെയ്തോട്ട് ഇടുവോ? ഇല്ല, നമ്മള് ഇടയ്ക്കൊക്കെ ഇടുള്ളൂ. അതിട്ട മീനുകൾ ഫുഡിനാന്ന് ഓർത്ത് വരും. ഇത് എന്നിട്ട് എന്താ തടി? എന്താ തടിയല്ല, വർക്ക് ചെയ്തിട്ട് സിമെന്റിൽ വർക്ക് ചെയ്തെടുത്തിരിക്കും. അങ്ങനെയല്ലേ? സിമെന്റ് ആർട്ട് വർക്കാണ്. നമ്മുടെ ഒരു സാജൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജ്യേഷ്ഠൻ ഒരു ചേട്ടനുണ്ട്. പുള്ളി സാഞ്ചേട്ടൻ ചെയ്ത പുള്ളിയുടെ ഒരു വർക്കാണ്. ഒരു 3 മാസം സമയം എടുത്തിട്ടാണ് ഇതിങ്ങനെ പണിതത്. മേലേക്ക് കേറട്ടെ? ഒന്നും എടുക്കുന്നില്ല, ഞാൻ അങ്ങ് കേറി പോവാ. കേറി കാണാൻ മാത്രമൊന്നും ഇല്ലാത്തോണ്ടാണ് ഞങ്ങള്. പക്ഷെ ഞാൻ അങ്ങനെ പോണതും അങ്ങനെ ചെയ്യണതും എനിക്ക് ഇവരെ മുൻകൂട്ടിയെ നേരത്തെ പരിചയം ഒന്നുമില്ല. പക്ഷെ ചില ആൾക്കാരെ നമ്മൾ കണ്ടു കഴിയുമ്പം എന്തോ ഇക്കേനെ ഞാൻ ഒരുപാട് നാളുകളായിട്ട് നമ്മൾ സ്ക്രീനിൽ കാണും, നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരാളല്ലേ. അപ്പൊ അതുകൊണ്ട് എന്തോ നമുക്കൊരു വല്ലാത്തൊരു അടുപ്പമാണ്. അതേപോലെ ആ ഒരു ഫ്രീഡം എടുത്ത് പിന്നെ നമുക്ക് ആ ഒരു വൈബ് തോന്നില്ലേ? അങ്ങനെ വന്നപ്പോൾ ഇവരും ആ ഒരു കറക്റ്റ് വൈബ് നമുക്ക് ഫീൽ ചെയ്ത്. അതുകൊണ്ട് നമുക്കിത് എനിക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മുടെ ഒരു ആളുടെ ബന്ധുവിന്റെ ഒരു വീട്ടിൽ വന്ന പോലത്തെ ഒരു ഫീലാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കയറി നിങ്ങളെ കാണിക്കാനൊക്കെ കൊണ്ടുവരുന്നത്. ഇതാണ് ഇവരുടെ ഹട്ട്. നമുക്ക് ആ ഹട്ടിലൊന്ന് ഇരുന്നാലോ? അയ്യോ, എല്ലാരും പോയോ? നമുക്ക് ഹട്ടിലൊന്നും ഇരിക്കണ്ടേ? ഞാനൊന്ന് ഇരിക്കണേ. ഇതാണ് ഇക്ക. ഇക്ക എവിടെയാ കൂടുതൽ സമയം ഇരിക്കാന്ന്? ഈ സൈഡോ ഇവിടെയോ? അവിടെ എഴുത്തുകൂത്ത് പരിപാടി. ഇതാണ് ഇക്കയുടെ ലോകം. ഓക്കേ, ഇതെന്താ? അത് ഞാനൊരു കഥകളി സ്കൂളിന്റെ ഒരു വാർഷിക പരിപാടിക്ക് പോയതാ. അപ്പൊ അങ്ങനെ അവിടുന്ന് ഒരാള് സമ്മാനമായിട്ട് അദ്ദേഹം വർക്ക് ചെയ്ത് തെർമോക്കോളിലൊക്കെയാണ് അത് ചെയ്തിട്ടുള്ളത്. അവിടുന്ന് അവരെ ഗിഫ്റ്റ് ചെയ്തതാ. അതാണ് ഇക്കയുടെ ലോകം. ആ ഹട്ടും നമ്മൾ കണ്ടു, എക്സ്പ്ലോർ ചെയ്തു. ഇനി നമുക്ക് അങ്ങോട്ടും കൂടെ കയറി കാണാം. ശരി. മോളിലേക്ക് കയറിയാൽ ഇവിടെ ഒരു റൂം. ഇവിടെയാണ് താഹ വസിക്കുന്നത്. ഇതാണ് താഹയുടെ ലോകം. അതിനുള്ളിൽ ആരും കയറ്റാറില്ല.
താഹ ഒന്നും മിണ്ടുന്നില്ലല്ലോ. താഹയ്ക്ക് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം ഏതാ? എനിക്ക് എന്റെ റൂമാണ്. ആണോ? ഇതാണ് ഏറ്റവും കാരണം കൂടുതൽ ഇഷ്ടം. ഏറ്റവും കൂടുതൽ അലമ്പാക്കാൻ അവൻ കൂടുതൽ ഇവിടെയാണ്. പുള്ളിക്ക് അലമ്പാക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഇതാണല്ലോ. ഞാൻ ആരും ഒന്നും പറയില്ല പുള്ളിക്ക്. ഫുൾ ടൈം താഹ ഇതിനകത്ത് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇല്ല സമ്മതിക്കില്ല. പക്ഷെ ഒന്ന് കേറിയാ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ. ഓക്കെ. പിന്നെ അധികം ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ, താഹേ ഞാനും. ഞങ്ങൾ രണ്ടുപേരും ഹോളിലാണ് കൂടുതൽ സ്പെൻഡ് ചെയ്യണത് ഹോളിലാണ്. അവിടെ ഇരുന്നിട്ട് എല്ലാവരും അവിടെയാണ് എല്ലാവരും. റൂമിൽ കിടക്കാൻ വരില്ലേ ഉള്ളൂ. പിന്നെ ഒരു റൂം ഇവിടെ. ഇതാണ് ജെസ്സിലയുടെ റൂം. ഇതാണ് മോനും. എന്റെ ഇക്ക നോക്കട്ടെ, മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമല്ലേ ആയത്. ആ 6 വർഷം അന്ന് ആ കല്യാണം ഭയങ്കര വൈറലായിരുന്നു, എല്ലാരും ശ്രദ്ധിച്ച ഒന്നാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഇത്തേക്ക് കേട്ടിട്ടുണ്ടാവും. മോളെക്കാട്ടിലൊക്കെ അന്ന് ശരിക്കും എല്ലാരും ശ്രദ്ധിച്ചത് മോളുടെ അച്ഛനാണ്. അച്ഛന് എല്ലാരും പറഞ്ഞ ചുള്ളനെ പോലെ നല്ല യങ്ങായിട്ട് അത് ഇക്ക വേണം വെച്ച് സലൂണിലൊക്കെ പോയി ഒന്ന് കുട്ടപ്പനായിട്ട് വന്ന്. ഇല്ല ഞാൻ പോയിട്ടേ ഇല്ല, ഇന്നേരെ പോയിട്ടില്ല. പോവാറില്ല. എന്താ പറയാ, എപ്പോഴും പറയും, പക്ഷെ ഒന്ന് പോയാലേ ഒന്നും പോയിട്ട് എനിക്ക് ഓർമ്മയില്ല. ആണല്ലേ? ഞാൻ പോലും പോയിട്ടില്ല. അന്ന് എങ്ങനെ മകളുടെ കല്യാണത്തിൽ ആരും പറയാ ഫോട്ടോ കണ്ടുകഴിഞ്ഞാൽ അതങ്ങനെയാണെന്നു അന്നത്തെ ദിവസം ഒരു ഭാര്യയുടെ കോംപ്ലിമെന്റ് ആണ് കേട്ടോ. അന്നത്തെ ദിവസം മാത്രല്ല, എന്റെ ഭർത്താവ് അങ്ങനെ തന്നെയാണെന്ന് എന്നും. ഇതിലേ ഇവരൊക്കെ മുഖത്ത് ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ട് അവിടെയൊക്കെ പോയി കാശും കൊടുത്തിട്ടാണ് ചെയ്യാറ്. ഞാൻ പരമാവധി ഇവിടെ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പൊ മുഖം തെളിഞ്ഞോളും. വരും. ഇതാണ് മകള്, അവൾ ആഗ്രഹിച്ചു വെച്ച. അവള് ഇവിടുത്തെ പോലെ ഇത് അവൾ നല്ല റൂം നോക്കി അവളെടുത്തു. നല്ല റൂം നോക്കി എടുത്തു. ആൾ ആഗ്രഹിച്ചു വെച്ച, പക്ഷെ വിരുന്നുകാരിയെ പോലെ വർഷത്തിൽ നീയാക്കാട് ഒന്നിച്ചിക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. എന്ന് വെച്ചാ അവള് ഇവിടുന്ന് നല്ല വ്യൂ ആണ്, ഏറ്റവും നല്ല റൂം അവള് തെരഞ്ഞെടുത്തു. നീയാക്കർ എന്നിട്ട് അതിൽ താമസിക്കുന്നത്. അപ്പൊ അവളുടെ റൂം ആയതുകൊണ്ട് നമുക്ക് പിന്നെ ഇത് ഉപയോഗിക്കാനും ഒരു ഇഷ്ടമില്ല. നല്ല വ്യൂ ഒക്കെ ആയിരുന്നു. അപ്പൊ ജസീലയുടെ റൂം ഞങ്ങൾ അവസാനം വന്ന് തുറന്ന് ലോകം മുഴുവൻ എല്ലാരെയും കാണിച്ചിട്ടുണ്ട് കേട്ടോ. മോളുടെ കല്യാണത്തിന് മമ്മൂക്ക വന്നിരുന്നു അന്ന്. അതും അന്ന് എല്ലാവരും സംസാരിക്കുന്ന ഒരു വലിയ കാര്യം. എല്ലാരും കല്യാണത്തിന്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയണത് മമ്മൂക്ക വന്നത്. ഇക്കയ്ക്ക് മമ്മൂക്കയായിട്ട് നേരത്തെ അല്ലാതെ നിങ്ങൾ നല്ല പരിചയമാണോ? എന്റെ പരിചയമല്ലല്ലോ. ഞാൻ വാപ്പ വാത്സല്യം എന്നുള്ള പടത്തിൽ അന്ന് ഞാൻ വാപ്പാടെ കൂടെ ഇങ്ങനെ സെറ്റിൽ പോവും. അപ്പോ അന്ന് മമ്മൂക്ക എന്നെ കൊണ്ട് മോണാക്ട് ഒക്കെ ചെയ്യിച്ചിട്ടുണ്ട്. ഞാനിപ്പോ ഈ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി ഇങ്ങനെ ഉള്ള സഭാകമ്പത്തിന്റെ ഒരു ഇതൊക്കെ ആക്ട് ചെയ്ത് കാണിക്കുന്നൊക്കെ അന്ന് ആദ്യം മമ്മൂക്കാടെ അടുത്താണ് കാണിച്ചത്. മമ്മൂക്ക ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. കൊറേ അദ്ദേഹം കൊറേ ചിരിച്ചു. എന്നെ കൊണ്ട് വീണ്ടും ഒരു ന്യൂ ഇയർ പ്രോഗ്രാം അവിടെ വെച്ച് നടത്തിയപ്പോ എന്നെ വീട്ടിൽ നിന്ന് വിളിപ്പിച്ചു കൊണ്ടുവന്ന് ഞാൻ അന്ന് അതൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ വലിയൊരു എന്റെ മനസ്സില് എനിക്കത് അന്നും ഇന്നും ഞാൻ ഓർക്കുന്ന എന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് അതൊക്കെയാണ്. അതേപോലെ തന്നെ ഇക്കയുടെ മറുമയം കണ്ടിട്ട് മമ്മൂക്ക എനിക്ക് ഞാനൊരു ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒരു സ്കിറ്റ് ഞങ്ങൾ ചെയ്തിരുന്നു. അപ്പൊ അതില് ഞാനും മണികണ്ഠനും കൂടിയാണ് ആ ക്യാരക്ടർ ചെയ്തത്. അപ്പൊ അതിന്റെ മമ്മൂക്ക വിളിച്ചിട്ട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു, എന്നെ മെസ്സേജ് അയച്ചു. ഞാൻ ആ മെസ്സേജ് ഫോണിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പെൻഡ്രൈവിലാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുക. കാരണം ഫോണൊക്കെ നഷ്ടപ്പെട്ടാ പോയില്ലേ. അതെ, അതൊരു വലിയ നിധിയാണ്. തീർച്ചയായിട്ടും ഞാൻ എനിക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകള് നമ്മുടെ ആക്ടിങ്ങിനെ കുറിച്ച് പറയുന്നതാണല്ലോ. നമ്മള് എന്റെ ഏറ്റവും വലിയ പാഷനായിട്ടുള്ള ഒരു സംഗതി, അതിനെ കുറിച്ച് നമുക്ക് ഒരു 2 വാക്ക് നമ്മളോട് പറഞ്ഞു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്, ഏറ്റവും വലിയ കാര്യമാണ്. അത് ഞാൻ അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധം ഉള്ളത് കൊണ്ട് തന്നെ ഇക്ക നിങ്ങൾ എപ്പോഴും നല്ല കണക്റ്റഡ് ആണോ? അങ്ങനെയാണോ മോളുടെ കല്യാണത്തിന് വിളിച്ചപ്പോഴും? ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് എപ്പോഴും മമ്മൂക്കാൻ അങ്ങനെ വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക അങ്ങനെ പരിപാടി ഇല്ല. കാരണം
നോർമൽ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബിസി നമുക്കറിയാം. അതായത് നമ്മുടെ ഒരു തിരക്ക് നമുക്ക് ചിലപ്പോ പലപ്പോഴും നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ പോലും കണക്ഷൻ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റാറില്ല. അദ്ദേഹം ഇതൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരാളാണ്. ആരുടെ ഇപ്പോ നമ്മളൊക്കെ ഒരു മെസ്സേജ് അയച്ചാൽ അപ്പൊ തന്നെ റിപ്ലൈ നമുക്ക് തരും. അപ്പൊ പരമാവധി ശല്യപ്പെടുത്താറില്ല, അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ വിളിക്കാറില്ല. ഞാൻ അതേപോലെ കൊറോണ വന്നിട്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും ഇതേപോലെ മെസ്സേജ് അയച്ച് എനിക്ക് എന്നെ ഒരുപാട് എനിക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിൽ ടെൻഷൻ നടിക്കേണ്ട,